ശ്രീമതി മിനി കൃഷ്ണകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നു ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് വേടന്റെ വരികൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. പക്ഷേ ഇതൊരു സ്റ്റേജ് ഷോയിൽ വേടൻ പാടിയതാണ്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വേടന്റെ ഒരു ആൽബമുണ്ട്. ആ ആൽബത്തിലെ വരികളിൽ എനിക്ക് തോന്നുന്നു ചില വരികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവിടെ വേടൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 5 വർഷം മുൻപ് പാടിയ ഒന്നാണ്. ഇപ്പോൾ ഈ അഖണ്ഡതയെ ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷം എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നതെന്നറിയാം. തെരഞ്ഞെടുപ്പ് വന്നു, അവിടെ മോദി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. ഇതൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അദ്ദേഹം, അതെല്ലാം നമ്മുടെ ഈ തലമുറയെ ബാധിക്കുന്നതാണ് എന്നൊക്കെയാണല്ലോ താങ്കൾ ഇപ്പോൾ പറയുന്നത്. ഇത്ര കാലമായിട്ടും ഇതൊന്നും ആരും അതൊക്കെ അതിൻ്റെ രീതിയിലെടുത്ത് വിട്ടു ശ്രീമതി മിനി കൃഷ്ണകുമാർ. അല്ല, അതങ്ങനെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. 5 വർഷത്തിന് ശേഷമാണെങ്കിലും എത്രയോ കുറ്റങ്ങൾ, എത്രയോ ക്രൈമുകൾ 5 വർഷത്തിന് ശേഷവും 10 വർഷത്തിന് ശേഷവും 14 വർഷത്തിന് ശേഷവും എല്ലാം പിടിക്കുന്നു. അതുപോലെ തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ പറഞ്ഞ പോലെ ഈ റോഹിംഗ്യൻസിന്റെ സപ്പോർട്ട്, അവരെ സപ്പോർട്ട് ചെയ്യുക, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എങ്ങനെയാണ് മരണപ്പെട്ടത്? അതിൽ നിന്നല്ല ഈ വസ്തുതകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ വേടന് നമ്മുടെ ഈ നാട്ടിലുണ്ടായോ? ഈ രാജ്യത്തുണ്ടായോ? ഈ രാജ്യത്ത് അല്ല, ആ വരികളിൽ ഈ ഐലൻഡ് കുർദിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മിനി കൃഷ്ണകുമാർ. ഇപ്പൊ താങ്കൾ പറയുന്ന ഈ ലങ്കയുടെ പാട്ടുണ്ടല്ലോ, ആ വരിയിലൊക്കെ ഐലൻഡ് കുർദിയെ കുറിച്ച്, കോങ്കോയെ കുറിച്ച്, മെക്സിക്കോയെ കുറിച്ച്, അങ്ങനെ സിറിയയെ കുറിച്ച് അതൊക്കെ പറയുന്ന ലോകത്താകമാനമുള്ള പല കാര്യങ്ങളും പറഞ്ഞു പോകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തുകൊണ്ട് ഇതൊരു പാട്ടാണ്, ആ പാട്ടിനെ അതേ രീതിയിൽ കണ്ട് ആസ്വദിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ട് ശ്രീമതി മിനി കൃഷ്ണകുമാർ. അതിൽ ഓരോ വരി ചികഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ അത് ഒരു പരാതിയിലേക്ക് വന്നു. ഇദ്ദേഹം ഒരു ക്രിമിനൽ ആണ് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമം എന്തിനാണ് എന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അദ്ദേഹം ഒരു രാജ്യത്തിനകത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിനകത്ത് നിയമസംഹിതയെയും നമ്മൾ വ്യവസ്ഥാപിതമായ രീതിയിൽ അംഗീകരിക്കേണ്ടതുണ്ട്. നമ്മളുടേത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെയാണ് ഈ 5 വർഷത്തോളം ഈ പാട്ട് യൂട്യൂബിൽ ഉണ്ടായിട്ടും നടപടിയെടുക്കാതിരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി വളരെ ജനാധിപത്യ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ആ ജനാധിപത്യ വിശ്വാസത്തെ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു എക്സെംഷൻ അത് നമ്മൾ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യല്ലേ ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെ. ഇത്തരത്തിലുള്ള മോദി കപടദേശവാദി, അദ്ദേഹം എന്ത് കപടദേശീയതയാണ് നടത്തിയതെന്ന് ഇദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുമോ? വാളെടുത്തുവൻ്റെ കയ്യിൽ രാജ്യം, ഇതൊക്കെ പറഞ്ഞാൽ എത്ര വളരെ സാധാരണ ഒരു സിറ്റിസണെ പോലും എത്രയധികം നോവിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത്. അതുപോലെ പാലക്കാട് നമ്മുടെ നഗരസഭയ്ക്ക് ഉള്ളിലുള്ള ഗ്രൗണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്റ്റേജ് ഷോ ഉണ്ടായി. അവിടെ എത്ര മോശമായ രീതിയിലാണ് അദ്ദേഹം ഓഡിയൻസിനെ, എത്ര അശ്ലീലമായിട്ടുള്ള പദം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തത്. ഇതൊക്കെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളെല്ലാം ഇതെല്ലാം ഈ വേടൻ്റെ റാപ്പർ സോങ് എല്ലാം കാണാൻ പോവുകയല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ പിഞ്ചു പൈതലുകളെ, കുട്ടികളെ അടക്കം അത് അവരുടെ ഒരു സ്വഭാവ സംസ്കാരത്തെ അടക്കം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ടോ? ഇനിയിപ്പോൾ ഈ വേടൻ ഇന്നോ ഇന്നലെയൊന്നും അല്ല പാട്ട് തുടങ്ങിയിട്ടുള്ളത്. വേടൻ ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ചില കേസുകളും സംഭവങ്ങളും വന്നപ്പോഴായിരിക്കാം ഇത് എല്ലാവരും, ചിലരൊക്കെ പറയുന്നുണ്ട് വേടനെ കുറിച്ച് കൂടുതലായി കേൾക്കുന്നത് ഇപ്പോഴാണ് എന്നൊക്കെ ആ ദിവസങ്ങളിൽ പറയുന്നത് കേട്ടു. അതിനു മുൻപും വേടനെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഒരു പുതുതലമുറയൊക്കെ വേടൻ്റെ പാട്ടുകൾ, വേടൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴിതെറ്റിക്കലാണ് എന്ന് താങ്കൾ പറയുന്നത്, അത് ഒരുപക്ഷെ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് മിനി കൃഷ്ണകുമാർ. കാരണം അതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അദ്ദേഹം പാട്ട് പാടാൻ എത്തുമ്പോൾ അങ്ങോട്ടേക്ക് 10,000-കണക്കിന് പേർ ഇരമ്പി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു സഭയെ അഭിസംബോധന ചെയ്താലും അതിനേക്കാൾ എത്രയോ ഏറെ ആളുകളാണ് കാണാൻ എത്തുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ചെറിയൊരു ഓഡിയൻസ് ആണെങ്കിലും വലിയൊരു ഓഡിയൻസ് ആണെങ്കിലും നമ്മുടെ സോഷ്യൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വൈഡനിങ് ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ റിയാക്ഷനൊക്കെ ഉണ്ടാവുന്നത്. ആ ചെറിയ തലമുറയിൽ പോലും നമ്മൾ മുതിർന്ന ആളുകൾ പലപ്പോഴും കാണാത്ത കാര്യങ്ങളെല്ലാം, കാണാത്ത സ്വഭാവ സംസ്കാരങ്ങളെല്ലാം, മോശകരമായ രീതിയിൽ ബാധിക്കുന്ന സ്വഭാവ സംസ്കാരങ്ങളെല്ലാം നമ്മൾ പിടിക്കപ്പെടുകയാണ്. മുതിർന്ന ആളുകൾ കണ്ടുപിടിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നപ്പോൾ. അതെങ്ങനെ കാണാതിരിക്കാനാവും?